നിന്റെ അച്ഛനാരൊക്കെ കൈവിട്ടാലും വിടാത്ത ഒരാളുണ്ട്. കരയണ കണ്ടാ സമാധാനിപ്പിക്കും, ചിരിക്കണ കണ്ടാ കൂടെ ചിരിക്കും, കണ്ട വിളിക്കണ കണ്ട സമാധാനിപ്പിക്കാനാണ്. കരയണമെന്ന് പറയാൻ സമാധാനിപ്പിക്കാൻ. നമുക്കൊരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം ഈ ചൂടത്തേക്ക് ബെസ്റ്റല്ലേ? ആ ബെസ്റ്റൊക്കെ തന്നെയാ, പക്ഷെ ഉറുപ്പിയ രണ്ടു മൂന്നങ്ങ് മാറും. പോട്ടെന്നേ, കുറച്ചൊക്കെ സുഖിച്ചില്ലെങ്കിൽ പിന്നെ ഈ സമ്പാദിക്കണല്ലോ എന്താ അർത്ഥം അല്ലേ? ഉപ്പിനെയും വേണ? ഉപ്പോ? ഉപ്പാകുമ്പോ ചെലവില്ലല്ലോ അല്ലേ? ഐസില്ലേ? ഐസില്ല. ഐസില്ലാണ്ട് പിന്നെ എന്നിട്ട് അറിയാലോ? ഐസില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യം നേരത്തെ പറയാറുന്നില്ലേ? ഓഹോ, നേരത്തെ ചോദിച്ചില്ലോ. ഓ, ചോദിക്കണായിരിക്കും. വേണ്ടി വരും. അപ്പൊ എന്ത് കണക്കാക്കിട്ട് എഴുതി തൂക്കിയിട്ടിരിക്കണേ? കൂൾ ഡ്രിങ്ക്സ് എന്താ അർത്ഥം? തണുത്ത വെള്ളം എന്നാ അറിയാൻ നിനക്ക് തന്നാലി. ഇനിയിപ്പോ ആദ്യം തൊട്ട് സ്കൂളിലാ പോയി പഠിച്ചു വരാം. എന്താ എന്താ എന്താ? വാ വാ. എനിക്ക് ഇങ്ങനെ ഒരു കാറിന്റെ ഫോൺ കേട്ടോന്ന് സംശയം തോന്നി. എന്താ മുന്തിരിങ്ങ? അപ്പൂപ്പ, ഇവരൊക്കെ എല്ലാരും എന്നോട് പഠിക്കുന്നവരാ. അപ്പൊ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു. വെരി ഗുഡ്. ആരെ കൊന്നിട്ടാ നീ വരണത്? ഒന്നില്ല, ഞാൻ ഒരാളെ അടിച്ചു, ഹൈദ്രോസിനെ. എന്റെ പേര് പറഞ്ഞ് കാശ് പിടിച്ചിട്ടാ. പിന്നെ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവന് കാശ് പിരിക്കാൻ. ഇവരെയൊക്കെ തല്ലാനും നേരെയാക്കാൻ നീ ആരാ? ആദ്യം സ്വയം നന്നാകടാ. നീ രമണേട്ടനെ എന്തിനാ അടിച്ചത്? ഞാൻ അടിച്ചില്ല, പക്ഷെ ഇനി തെണ്ടിത്തരം കാണിച്ചാ ഞാൻ അടിക്കും. എന്ത് വിവരമില്ലായ്മയാ ചെയ്തു നീ കാട്ടിക്കൂട്ടണേ? ഞങ്ങളെയൊക്കെ കൊന്നിട്ട് നീ എന്താ ചെയ്തു? ഇല്ല, തെമ്മാടികൾക്ക് താമസിക്കാനുള്ള വീടല്ലിത്. എനിക്ക് വേറെ ഉണ്ട് മക്കള്, അവിടെ ഭാഗം നോക്കണം. തെമ്മാടിത്തരം കാണിച്ച് ജീവിക്കാനാണോ അതോ മാനമര്യാദയായിട്ട് ജീവിക്കാനാണോ? എന്താ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കയറിയാൽ മതി. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. മലയനോട് തൊടുത്തു മറിച്ച എന്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാതെ ചെങ്ങാതിയും തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. മടങ്ങിപ്പോ. ആരോമലുടെ മകനും മരുമകനും നാണം കിട്ടു പറയാൻ വന്നവരല്ല. അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആളായി പിറന്നവരിൽ ആരുമില്ല. മടങ്ങിപ്പോ.